നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. തല കുടഞ്ഞുകൊണ്ട് വിഷ്ണു പുറത്തേക്ക് പോയി. എൻ്റെ മനസ്സിനിണങ്ങിയ ഒരു പെണ്ണിനെ കിട്ടട്ടെ. ഈ ജാതകവും ദോഷവും എല്ലാം തട്ടിപ്പാണെന്ന് തെളിയിച്ചു കൊടുക്കാം. മീശ പിരിച്ചു വെച്ചുകൊണ്ട് അവൻ പിറുപിറുത്തു. തീർത്ത, മോഹൻ സാർ വിളിക്കുന്നുണ്ട്. ഒരു ഇമ്പോർട്ടൻ്റ് ഫയൽ ഡ്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഓഫീസ് അസിസ്റ്റന്റ് താര തീർത്തയ്ക്കരികിലേക്ക് വന്നത്. ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് പകുതിയിൽ നിർത്തേണ്ടി വന്നതിൻ്റെ നിരാശയിൽ ദീർഘമായി ഒന്ന് നിശ്വസിച്ചുകൊണ്ട് അവൾ എഴുന്നേറ്റു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സാധാരണ മോഹൻ സാർ അങ്ങനെ ക്യാബിനിലേക്ക് വിളിപ്പിക്കാത്തത് കൊണ്ട് തീർത്തയ്ക്കൊരു ചെറിയ ആശങ്ക തോന്നി. ഏയ് ഇല്ല, താര ചുമൽ കൂച്ചി. ചിലപ്പോൾ സാലറി ഇൻക്രിമെൻറ്റിൻ്റെ കാര്യം പറയാനാകും. പ്രതീക്ഷയോടെ അവൾ MDയുടെ ക്യാബിനിലേക്ക് നടന്നു. ഡോറിൽ തട്ടി അനുവാദം വാങ്ങിക്കൊണ്ടവൾ അകത്തേക്ക് കയറി. ക്യാബിനിൽ അവളെയും പ്രതീക്ഷിച്ചിരിക്കുകയാണ് മോഹൻ. കാര്യം പറയുമ്പോൾ മറുഭാഗത്ത് നിന്നുള്ള പ്രതികരണം എങ്ങനെയാകും എന്നൊരു ആശങ്ക അയാൾക്കുള്ളിലുണ്ട്. എങ്കിലും തീർത്തയുടെ ഇപ്പോഴുള്ള സാഹചര്യം അവളെ ഈ ഡീലിന് സമ്മതിപ്പിക്കുമെന്ന് അയാൾക്കൊരു പ്രതീക്ഷയുമുണ്ട്. തീർത്ത, ഇരിക്കൂ, പുഞ്ചിരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. താങ്ക് യു സാർ. അവൾ അയാൾക്ക് മുൻപിലുള്ള കസേരയിലിരുന്നു. തീർത്തയുടെ ഫാമിലിയൊക്കെ പാലക്കാടാണല്ലേ? അയാളിൽ നിന്നും അങ്ങനെയൊരു ചോദ്യം അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം അവളുടെ നാടിനെ പറ്റിയോ വീട്ടുകാരെ പറ്റിയോ വേണിയോടല്ലാതെ വേറെ ആരോടും അവൾ ഷെയർ ചെയ്തിരുന്നില്ല. ജോലിക്ക് കയറിയപ്പോൾ പോലും ഇപ്പോൾ നിൽക്കുന്ന വാടക വീടിൻ്റെ അഡ്രസ്സിലാണ് കയറിയത്. 6 വർഷത്തോളമായി ഇവിടെ നിൽക്കുന്നത് കൊണ്ട് പഴയ സ്കൂൾ സർട്ടിഫിക്കറ്റിലൊഴികെയുള്ള പ്രൂഫുകളിലെല്ലാം ഇവിടുത്തെ അഡ്രസ്സാണ്. അതുകൊണ്ട് തന്നെ മോഹൻ സാർ പാലക്കാടാണ് തൻ്റെ ജന്മദേശമെന്ന് എങ്ങനെ അറിഞ്ഞു എന്നൊരു സംശയം അവളിലുണ്ടായി. ആ സാർ. ചെറിയൊരു അമ്പരപ്പോടെ അവൾ തലയാട്ടി. വീട്ടിൽ ആരൊക്കെയുണ്ട്? അടുത്ത ചോദ്യമെത്തി. ഞാനും അനിയത്തിയും. ഈ ചോദ്യങ്ങളുടെയൊക്കെ പ്രസക്തി എന്താണെന്ന് അവൾ ചിന്തിക്കാതിരുന്നില്ല. അനിയത്തി ചെറിയ കുട്ടിയാണല്ലേ? തീർത്തയുടെ കൂടെ തന്നെയല്ലേ അനിയത്തിയുള്ളത്? മോഹൻ്റെ ചോദ്യങ്ങളിൽ എന്തൊക്കെയോ അസ്വാഭാവികത അവൾക്ക് തോന്നി. അതെ. എന്താണ് സാർ കാര്യം? പുരികം ചുളിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. തീർത്ത ഈവനിങ് ഫ്രീ ആണെങ്കിൽ ഇവിടെ അടുത്തുള്ള മാൽസ് റെസ്റ്റോറൻറ്റിലേക്ക് ഒന്ന് വരുമോ? പേഴ്സണലായി കുറച്ച് സംസാരിക്കാനുണ്ട്. അവളുടെ പ്രതികരണം ഭയന്നാണ് മോഹൻ സംസാരിക്കുന്നത്. അതുപോലെ അവൾ തെറ്റിദ്ധരിക്കുമോ എന്നൊരു പേടിയുമുണ്ട്. എന്താ സാർ കാര്യം? തീർത്ത ഗൗരവത്തിലായി. മോഹൻ സാറിനെ പറ്റി എല്ലാവർക്കും നല്ല മതിപ്പാണ്, തീർത്തയ്ക്കും. പക്ഷേ അയാൾ ഇപ്പോൾ ഉന്നയിച്ച ആവശ്യം അവൾക്കത്ര നല്ലതായി തോന്നിയില്ല. തീർത്ത, തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട. എന്തായാലും പറ്റുമെങ്കിൽ റെസ്റ്റോറൻറ്റിലേക്ക് വരൂ. അവിടെ വെച്ച് സംസാരിക്കാം. ഇപ്പോൾ പൊയ്ക്കോളൂ. ഇനിയും ഇവിടെ വെച്ച് സംസാരിച്ചാൽ തീർത്ത ചിലപ്പോൾ തെറ്റിദ്ധരിച്ച് ദേഷ്യപ്പെടുമെന്ന് തോന്നിയതുകൊണ്ട് അയാൾ വേഗം അവളെ ഒഴിവാക്കാൻ ശ്രമിച്ചു. ഓക്കെ സാർ. അവൾ അവിടെ നിന്നും എഴുന്നേറ്റ് തിരിഞ്ഞു നടന്നു. തിരികെ വന്നിരിക്കുമ്പോഴും സാർ എന്തിനാകും തന്നോട് റെസ്റ്റോറൻറ്റിൽ വരാൻ പറഞ്ഞത് എന്നുള്ള സംശയത്തിലായിരുന്നു അവൾ. തീർത്ത ആലോചനയോടെ ഇരിക്കുമ്പോഴാണ് വേണി ടീ ബ്രേക്കിന് വിളിക്കാനായി വന്നത്. വേണിക്കൊപ്പം ചായ കുടിക്കാൻ പോകുമ്പോഴും അവളുടെ മനസ്സിൽ സാറ് പറഞ്ഞ കാര്യങ്ങളായിരുന്നു. എന്താണ് ഇത്ര വലിയ ആലോചന? വല്ല പ്രേമവുമാണോ? വേണിയുടെ ചോദ്യം കേട്ട് അവൾ കണ്ണു കുറിപ്പിച്ചു. പിന്നെ പ്രേമം. നാളെ എന്ത് കറി വയ്ക്കുമെന്നുള്ള ആലോചനയിൽ നിൽക്കുമ്പോഴാണ് പ്രേമം. ഇരുവരും ടേബിളിലിരുന്നു. 1000 രൂപ വേണമെങ്കിൽ ഞാൻ കടം തരാം. അടുത്ത മാസം കുറി അടക്കാൻ നേരം തന്നാൽ മതി. വാങ്ങിച്ച പഴംപൊരിയിൽ നിന്നും ഒരെണ്ണം ടിഷ്യൂവിൽ പൊതിഞ്ഞെടുത്തുകൊണ്ട് വേണി പറഞ്ഞു. ഏയ് വേണ്ട. തൽക്കാലത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളത് കയ്യിലുണ്ട്. പക്ഷേ വേറൊരു കാര്യമുണ്ടടി. ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ചുറ്റും നോക്കിക്കൊണ്ട് മുൻപോട്ടൊന്ന് ആഞ്ഞിരുന്നിട്ട് കുറച്ചു മുൻപ് MDയുടെ ക്യാബിനിൽ വെച്ചുണ്ടായ കാര്യങ്ങൾ അവൾ വേണിയോട് പറഞ്ഞു. നിന്റെ നാട് പാലക്കാടാണെന്ന് സാർ എങ്ങനെ അറിഞ്ഞു? അത് നീ എന്നോടല്ലാതെ വേറെ ആരോടും പറഞ്ഞിട്ടില്ല എന്നല്ലേ പറഞ്ഞത്? വേണി അവൾക്ക് നേരെ പുരികമുയർത്തി. അതെ, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എൻ്റെ പഴയ സ്കൂൾ സർട്ടിഫിക്കറ്റിലെല്ലാം അവിടുത്തെ അഡ്രസ്സല്ലേ. സാറ് ചിലപ്പോൾ അത് കണ്ടിട്ടുണ്ടാകും. തീർത്ത പറഞ്ഞപ്പോൾ വേണിക്കും അതുതന്നെ തോന്നി. എന്നാലും ഇവിടെ വെച്ച് പറയാൻ പറ്റാത്ത കാര്യം എന്താകും? വേണി സംശയത്തോടെ അവളെ നോക്കി. അതുതന്നെയാടി ഞാനും ആലോചിക്കുന്നത്. ഇതുവരെയായിട്ടും മോഹൻ സാറിനെ പറ്റിയാണ് മോശമായ അഭിപ്രായം ഞാൻ കേട്ടിട്ടില്ല. എന്നാലും ഇങ്ങനെ റെസ്റ്റോറൻറ്റിലേക്ക് വരാൻ പറഞ്ഞപ്പോൾ ഒരു സംശയം. ചൂടുള്ള ചായയിൽ മെല്ലെ ഊതിക്കൊണ്ട് തീർത്ത പറഞ്ഞു. നീ എന്തായാലും ചെന്ന് നോക്ക്. എന്താ പറയാനുള്ളതെന്ന് കേൾക്കാലോ. വെറുതെ സാറിനെ പിണക്കണ്ട. വേണി പറഞ്ഞു. പോയി നോക്കാലേ. പക്ഷേ ഷിവുവിൻ്റെ കാര്യമോ? അവൾ വേണിയെ നോക്കി. ഷിവുവിനെ ഞാൻ ചെന്ന് പിക്ക് ചെയ്യാം. സാറിനെ കണ്ടിട്ട് നീ വീട്ടിലേക്ക് വന്നാൽ മതി. വേണി അതിനും പരിഹാരം കണ്ടു. അപ്പോൾ പോയി നോക്കാലേ. തീർത്തയ്ക്ക് ചെറിയൊരു മടി തോന്നി. നീ പോയിട്ട് വാടി. അല്ലെങ്കിൽ പിന്നെ കാര്യം എന്താണെന്നറിയാതെ ഒരു സ്വസ്ഥതയും ഉണ്ടാകില്ല. വേണി പറഞ്ഞു. പോവാമെന്ന് തീരുമാനിച്ചുകൊണ്ട് അവളൊന്ന് മൂളി. എത്ര നേരമായി നിൻ്റെ ഫോൺ റിങ് ചെയ്യുന്നു? നീ എന്താ എടുക്കാത്തത്? മാധവിൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത് കേട്ട് വിഷ്ണു ക്യാബിനിലേക്ക് ചെന്നു. ആർദ്രയാണ്. താല്പര്യമില്ലാത്തതുപോലെ അവൻ പറഞ്ഞു. 2 ദിവസം മുൻപ് ആർദ്ര എന്ന് പറയുമ്പോൾ വായിൽ നിന്നും വെള്ളം ഒഴുകുമായിരുന്നു. ഇപ്പോഴെന്തു പറ്റി? ടേബിളിൽ താളം പിടിച്ചുകൊണ്ട് വിഷ്ണു അവനെ കളിയാക്കി ചോദിച്ചു.
ഇത്രയൊക്കെ സമ്പത്തും വിദ്യാഭ്യാസവും ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താടാ കാര്യം? വിവരം അടുത്തുകൂടി പോയിട്ട് പോലുമില്ല. ഈർഷ്യയോടെ മാധവ് നെറ്റി ചുളിച്ചു. എന്താടാ കാര്യം? വിഷ്ണു അവനെ നോക്കി. എന്നോട് ദോഷം മാറാൻ വേറൊരു കല്യാണം കഴിക്കാൻ. 3 വർഷത്തിന് ശേഷം ആ പെണ്ണിനെ ഡിവോഴ്സ് ചെയ്തിട്ട് ആർദ്രയെ കല്യാണം കഴിക്കാൻ. ഇതൊക്കെ ലോകത്ത് നടക്കുന്ന കാര്യമാണോ? മാധവ് അസഹ്യതയോടെ പറഞ്ഞു. എടാ, ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അവൾക്ക് നിന്നെ അത്രയ്ക്കും ഇഷ്ടമായതുകൊണ്ടാണ്. പിന്നെ ജീവനിൽ പേടിയില്ലാത്ത ആരെങ്കിലും ഉണ്ടാകുമോ? വിഷ്ണു ചോദിച്ചു. ആർദ്രയുടെ ജീവൻ പോലെ തന്നെയല്ലേ എല്ലാവർക്കും അവരവരുടെ ജീവൻ. സ്വന്തം ജീവന് വേണ്ടി മറ്റൊരാളുടെ ജീവിതം കുരുതി കൊടുക്കുന്നത് സ്വാർത്ഥതയല്ലേ? അവൻ നിവർന്നിരുന്നു. അപ്പോഴും ആർദ്രയുടെ കോൾ അവൻ്റെ ഫോണിലേക്ക് വരുന്നുണ്ടായിരുന്നു. നീ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ എന്ത് പറയാനാണ്? എന്തായാലും നീ കോൾ എടുക്ക്. ഇല്ലടാ, ഫോൺ എടുത്താൽ അവൾ എന്താ പറയാൻ പോകുന്നത് എനിക്ക് നന്നായിട്ടറിയാം. വെറുതെ എൻ്റെ ടെമ്പർ തെറ്റും. എന്തായാലും അങ്ങനെയൊരു കല്യാണത്തിന് എനിക്ക് സമ്മതമല്ല. അതും പറഞ്ഞുകൊണ്ട് മാധവ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. എന്തായാലും നീ ചെന്ന് പെട്ടിരിക്കുന്നത് വല്ലാത്തൊരു കുരുക്കിൽ തന്നെയാണ്. കല്യാണം കഴിക്കാതെ ഒരു ജീവിതം മൊത്തം ജീവിച്ചു തീർക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടമാണ്. കല്യാണം കഴിച്ചില്ലെങ്കിൽ പോട്ടെ, പക്ഷേ മറ്റു പല കാര്യങ്ങളും നടക്കില്ലല്ലോ. കണ്ണിറുക്കിക്കൊണ്ട് വിഷ്ണു പറഞ്ഞപ്പോൾ മാധവ് അവനെ സൂക്ഷിച്ചു നോക്കി. അവന് ദേഷ്യം വരുന്നുണ്ടെന്ന് മനസ്സിലായ വിഷ്ണു പതിയെ അവിടെ നിന്നും വലിഞ്ഞു. ഡാ, ഒന്ന് നിന്നേ. മാധവ് വിഷ്ണുവിൻ്റെ ഷർട്ടിൽ പിടിച്ചു നിർത്തി. ഡാ, ഞാൻ വെറുതെ. സോറി. മാധവിൻ്റെ ഫിലോസഫി കേൾക്കാനുള്ള മടി കാരണം വിഷ്ണു ആദ്യമേ സോറി പറഞ്ഞു. ആ കാര്യങ്ങൾ നടക്കാൻ പൈസ കൊടുത്താൽ ഒരുപാട് പെണ്ണുങ്ങളെ കിട്ടും. അതിന് ഒരു പെണ്ണിൻ്റെ ജീവിതം വെച്ച് കളിക്കണോ? അവൻ്റെ ഷർട്ടിൽ നിന്നും പിടിവിടാതെ മാധവ് ചോദിച്ചു. അല്ല, നിനക്ക് ഈ ജാതകത്തിൽ വിശ്വാസമില്ലല്ലോ. പിന്നെന്താ ഈ ജീവിതം വെച്ച് കളിക്കണോ എന്നുള്ള ചോദ്യം? വിഷ്ണു അവന് നേരെ പുരികമുയർത്തി. ഇല്ല, എനിക്ക് ജാതകത്തിലെന്നല്ല, അതുപോലെ അന്ധവിശ്വാസങ്ങൾ ഒന്നിലും ഒരു വിശ്വാസമില്ല. ഞാൻ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കിയാൽ എനിക്ക് സുഖമായിട്ട് ജീവിക്കാം. പക്ഷേ ഞാൻ കാരണം ഒരാൾ പോലും സങ്കടപ്പെടുന്നത് എനിക്ക് സഹിക്കില്ല, മാധവ് പറഞ്ഞു. ആർദ്രയുടെ സ്നേഹം നീ കണ്ടില്ലെന്ന് നടിക്കുമ്പോൾ അവൾ സങ്കടപ്പെടുന്നില്ലേ? അതെന്താ നീ ഓർക്കാത്തത്? വിഷ്ണു ചോദിച്ചു. എന്നോട് സ്നേഹമുണ്ടെങ്കിൽ കല്യാണം കഴിച്ച് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം എൻ്റെ കൂടെ ജീവിക്കുകയാണ് വേണ്ടത്. അല്ലാതെ മറ്റൊരു പെണ്ണിൻ്റെ ജീവിതം തകർക്കാനല്ല നോക്കേണ്ടത്. എന്തായാലും അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യില്ല. എല്ലാം അറിഞ്ഞിട്ട് ഒരുവൾ എൻ്റെ ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ അവൾക്ക് എന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും രണ്ടും കൈ നീട്ടി ഞാൻ സ്വീകരിക്കും. അല്ലാതെ ഇതുപോലെ നാടകങ്ങൾക്കൊന്നും കൂട്ടുനിൽക്കാൻ എന്നെ കിട്ടില്ല, മാധവ് അമർഷത്തോടെ പറഞ്ഞു. നിന്റെ ജാതകം, നിന്റെ ജീവിതം എന്താണെന്ന് വെച്ചാൽ കാണിക്ക്. ആളെ വിട്. അവൻ്റെ കൈ തട്ടിമാറ്റിക്കൊണ്ട് വിഷ്ണു ക്യാബിൻ വിട്ട് ഇറങ്ങി. മാധവ് സാർ നല്ല ദേഷ്യത്തിലാണല്ലോ. മുഷ്ടി ചുരുട്ടി പിടിച്ചിരിക്കുന്ന മാധവിനെ കണ്ട് ക്യാബിനിൽ നിന്നും ഇറങ്ങി വന്ന വിഷ്ണുവിനോട് കാഷ്യർ ശ്രീതു ചോദിച്ചു. ഡി, നിനക്ക് മാധവിനോട് ഭയങ്കര പ്രണയമൊക്കെ ആയിരുന്നല്ലോ, അതിപ്പോഴുമുണ്ടോ? ശബ്ദം താഴ്ത്തി വിഷ്ണു ചോദിച്ചു. നമ്മുടെ ഇഷ്ടത്തിന് എന്താ വിലയുള്ളത്? പണവും പ്രതാപവും ഇല്ലല്ലോ. ഞാൻ സാധാരണ ഒരു കൂലിപ്പണിക്കാരൻ്റെ മോളായിപ്പോയില്ലേ. കഴുത്തിൽ കിടന്ന ID കാർഡിൽ പിടിച്ചുകൊണ്ട് ശ്രീതു നിരാശയോടെ നെടുവീർപ്പിട്ടു. നിന്റെ ഇഷ്ടത്തിനൊക്കെ വിലയുണ്ട്. നിനക്ക് ഈ ജാതകത്തിലൊക്കെ വിശ്വാസമുണ്ടോ? വിഷ്ണു ചോദിച്ചു. ഏയ്, അതൊക്കെ പൈസയുണ്ടാക്കാൻ ഓരോ ജ്യോത്സ്യന്മാർ ഉണ്ടാക്കിയതല്ലേ. സംഭവിക്കാനുള്ളത് എന്തായാലും സംഭവിക്കും. അല്ലാതെ അതൊക്കെ നേരത്തെ അറിഞ്ഞാൽ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുമോ? അതുകൊണ്ട് എനിക്കതിലൊന്നും വിശ്വാസമില്ല, ശ്രീതു പറഞ്ഞു. ആ, നല്ല ഡയലോഗൊക്കെ ആണല്ലോ. എന്നാ നിന്റെ പ്രണയം പൂവിടാൻ പോകുന്നു. വിഷ്ണു പറഞ്ഞത് കേട്ട് ശ്രീതുവിൻ്റെ കണ്ണുകൾ വിടർന്നു. മാധവും ആർദ്രയും തമ്മിലുള്ള കല്യാണം ഉറപ്പിക്കാൻ പോകുന്നതെന്നറിഞ്ഞ് തൻ്റെ മനസ്സിലെ പ്രണയം പിഴുതു കളഞ്ഞതായിരുന്നു ശ്രീതു. പക്ഷേ വിഷ്ണുവിൻ്റെ വാക്കുകൾ വീണ്ടും അവളിൽ പ്രണയത്തിൻ്റെ വിത്തുകൾ പാകി. അവൻ്റെ ജാതകത്തിൽ ഒരു ദോഷമുണ്ട്. അതുകൊണ്ട് ആർദ്രയും അവനും തമ്മിലുള്ള കല്യാണം വേണ്ടെന്ന് വെച്ചു. അവനിപ്പോൾ ജാതകത്തിലൊന്നും വിശ്വസിക്കാത്ത ഒരു പെൺകുട്ടിയാണ് ആവശ്യം. ആ പെൺകുട്ടിയുടെ ക്വാളിഫിക്കേഷനോ ക്വാളിറ്റിയോ ഒന്നും തന്നെ അവൻ നോക്കുന്നില്ല. നിനക്കൊന്ന് ട്രൈ ചെയ്തുകൂടെ? വിഷ്ണു ചോദ്യഭാവത്തിൽ അവളെ നോക്കി. ജാതകത്തിൽ എന്താ ദോഷം? വൈധവ്യമാണോ? ശ്രീതു ആകാംക്ഷയോടെ ചോദിച്ചു. അല്ല, അവൻ കല്യാണം കഴിക്കുന്ന പെൺകുട്ടി അവർ തമ്മിൽ ഫിസിക്കൽ റിലേഷൻ ഉണ്ടായാൽ മരിച്ചു പോകും. ശ്രീതുവിൻ്റെ പ്രതികരണം അറിയാനായി അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. വിഷ്ണു പറഞ്ഞത് കേട്ടതും ശ്രീതു ഒന്ന് പകച്ചുപോയി. അവൾ കണ്ണു തുറപ്പിച്ച് അവനെ നോക്കി. ഏതോ കൊടികുത്തിയ ജ്യോത്സ്യനാണ് അവൻ്റെ ജാതകം എഴുതിയത്. അയാൾ പറഞ്ഞാൽ നെല്ലിട വ്യത്യാസമില്ലാതെ സംഭവിക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ജാതകത്തിൽ വിശ്വസിക്കുന്ന ഒരാളും അവൻ്റെ ജീവിതത്തിലേക്ക് വരില്ല. ഇപ്പോഴാണ് നീ നിന്റെ സ്നേഹം ആത്മാർത്ഥമാണെന്ന് തെളിയിക്കേണ്ടത്. അവൾക്കരികിലേക്ക് നീങ്ങി നിന്നുകൊണ്ട് വിഷ്ണു പറഞ്ഞു. അവളുടെ മുഖത്ത് മിന്നിമാറുന്ന പല ഭാവങ്ങളും കണ്ട് വിഷ്ണുവിന് ചിരി പൊട്ടുന്നുണ്ടെങ്കിലും അവനത് കടിച്ചമർത്തി. നമുക്ക് പിന്നെ സംസാരിക്കാം.
കൗണ്ടറിൽ തിരക്കായി. ശ്രീതു വേഗം തന്നെ അവിടെ നിന്നും പോയി. 2 വർഷം മാധവൻ്റെ പിറകെ നടന്നിട്ട് പ്രപ്പോസ് ചെയ്തപ്പോൾ അവൻ നോ പറഞ്ഞതിന് വെയിൻ മുറിക്കാൻ പോയ ആളാണ് ഇപ്പോൾ തിരിഞ്ഞു പോലും നോക്കാതെ പോകുന്നത്. അപ്പോഴാണ് ആർദ്ര. ഇനി ഏത് ഹതഭാഗ്യയാണാവോ അവൻ്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത്. ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് വിഷ്ണു തൻ്റെ ക്യാബിനിലേക്ക് നടന്നു. മോഹൻ സാർ പറഞ്ഞ റെസ്റ്റോറൻറ്റിന് മുൻപിൽ എത്തിയപ്പോൾ തീർത്ത ആശങ്കയോടെ ഒരു നിമിഷം നിന്നു. സാറിനെ കാണണോ വേണ്ടയോ എന്നുള്ള ചിന്തയിൽ അവൾ കീഴ്ച്ചുണ്ട് കടിച്ചു. എന്തായാലും പോയി നോക്കാം, അല്ലെങ്കിൽ സാറിന് എന്താണ് പറയാനുള്ളതെന്നറിയാതെ ടെൻഷനാകും. പിന്നെ വേണിയുടെ വക വഴക്ക് വേറെയും. രണ്ടും കൽപ്പിച്ച് ശ്വാസം വലിച്ചു വിട്ടുകൊണ്ട് അവൾ ഗ്ലാസ് ഡോർ തുറന്ന് അകത്തേക്ക് കയറി. താഴെയുള്ള ടേബിളിൽ നിന്നും മോഹൻ സാറിനെ കാണാതായപ്പോൾ അവൾ കുറച്ചൊതുങ്ങി നിന്നുകൊണ്ട് ബാഗിൽ നിന്ന് ഫോണെടുത്ത് മോഹൻ്റെ മൊബൈലിലേക്ക് കോൾ കൊടുത്തു. ആദ്യത്തെ റിങ്ങിൽ തന്നെ കോൾ കാത്തിരിക്കുന്നത് പോലെ മോഹൻ കോൾ അറ്റൻഡ് ചെയ്തു. താൻ റെസ്റ്റോറൻറ്റിൽ എത്തിയ കാര്യം തീർത്ത അയാളോട് പറഞ്ഞു. അവർ ഫസ്റ്റ് ഫ്ലോറിലുണ്ട്, അങ്ങോട്ട് വരാനായി മോഹൻ പറഞ്ഞു. ലിഫ്റ്റ് അവൈലബിൾ ആയിരുന്നുവെങ്കിലും ലിഫ്റ്റിൽ കയറാനുള്ള പേടി കാരണം അവൾ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് ചെന്നു. അതൊരു VIP പോർഷൻ ആയിരുന്നു, അതുകൊണ്ട് തന്നെ ഒട്ടും തിരക്കില്ലായിരുന്നു. അവിടുത്തെ സെൻസറുള്ള ഗ്ലാസ് ഡോർ അവൾ ചെന്നപ്പോൾ തന്നെ 2 വശത്തേക്ക് നീങ്ങി. ചുറ്റുമൊന്ന് കണ്ണോടിച്ചുകൊണ്ട് തീർത്ത അകത്തേക്ക് കയറി. VIP-കളുടെ പ്രൈവസിക്ക് വേണ്ടി ചെറിയ ചെറിയ ക്യാബിനായി തിരിച്ചിട്ടുണ്ട്. അത് കണ്ടപ്പോൾ അവൾക്ക് ചെറിയൊരു ആശങ്ക തോന്നി. ഇവിടെയൊക്കെ വന്നിരുന്ന് സംസാരിക്കാൻ മാത്രം എന്ത് കാര്യമാണാവോ, ഇതിൽ ഏതിലാണാവോ? അവൾ ആശയക്കുഴപ്പത്തോടെ ചുറ്റും നോക്കി. തീർത്ത. അവൾക്ക് മുന്നിലെ 2ാമത്തെ ക്യാബിനിൽ നിന്ന് തുറന്ന് മോഹൻ പുറത്തേക്ക് വന്നു. തീർത്ത പതിയെ അയാൾക്കരികിലേക്ക് നടന്നു. താഴെ നമ്മുടെ ഓഫീസിലെ മിക്കവരും വരുന്നതാണ്, അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. തീർത്തയുടെ മുഖത്തെ ടെൻഷൻ കൊണ്ട് മോഹൻ പറഞ്ഞു. അവൾ തല കുലുക്കി. മോഹൻ മാത്രമേ ഉള്ളൂ എന്ന് കരുതി ക്യാബിനിലേക്ക് കയറിയ തീർത്ത ക്യാബിനുള്ളിൽ ഒരു പെൺകുട്ടിയെ കണ്ടു. അവൾ സംശയത്തോടെ അവർ ഇരുവരെയും നോക്കി. ഇത് ആർദ്ര വിശ്വനാഥൻ, എൻ്റെ ചേട്ടൻ്റെ മോൻ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിയാണ്. മോഹൻ ആർദ്രയെ തീർത്തയ്ക്ക് പരിചയപ്പെടുത്തി. ആർദ്രയെ നോക്കി ചിരിക്കുമ്പോൾ ഇവർക്ക് തന്നോട് എന്താണ് പറയാനുള്ളത് എന്നുള്ള സംശയത്തിലായിരുന്നു തീർത്ത.